മാഷ്, എൻ്റെ പേര് പ്രശാന്ത് പത്മനാഭൻ. ഞാൻ മാഷിൻ്റെ എല്ലാ വീഡിയോകളും കാണാറുണ്ട്. ഈ ഏറ്റവും അടുത്ത് വാച്ച് ചെയ്ത ഒരു വീഡിയോ ബംഗ്ലാദേശിലെ ജമായത്തെ ഇസ്ലാമിയെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സംശയം, വ്യക്തിപരമായ ധാർമ്മികത, പേഴ്സണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്? ഉദാഹരണത്തിന്, ഇപ്പം അമേരിക്ക വെനിസുലയെ ആക്രമിച്ചു. അതിന് പറയുന്ന കാരണങ്ങൾ വളരെ ബാലിശമാണ്, പ്രത്യേകിച്ച് അതിന് ന്യായീകരണം ഒന്നുമില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ താരിഫ് ഏർപ്പെടുത്തിയത്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പല രാഷ്ട്രങ്ങൾക്കും താരിഫ് ഏർപ്പെടുത്തിയത് അമേരിക്കൻ ഇൻട്രസ്റ്റ് മാത്രം മുൻനിർത്തിയാണ്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെയാണ്, ഇൻ്റർനാഷണൽ നിയമങ്ങളൊന്നും പാലിക്കാതെയാണെന്നൊരു ആരോപണമുണ്ട്. റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. റഷ്യ അതിനൊരു ന്യായീകരണം പറയുന്നത് നേറ്റോയുടെ എക്സ്പാൻഷൻ, നേറ്റോ ഇങ്ങോട്ട് ജർമ്മനി ഒരുമിച്ചപ്പോൾ അന്ന് ഗോർബച്ചോവിന് വാക്ക് കൊടുത്തിരുന്നതാണ്, ഇനി നേറ്റോ എക്സ്പാൻഷൻ നടക്കില്ല. അതിനുശേഷവും അമേരിക്ക ആയുധങ്ങൾ റഷ്യയുടെ ചുറ്റും കൊണ്ടിടുകയാണ്. ഞങ്ങൾക്കിതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് എന്നാണ് പറയുന്നത്. ചൈന ഇപ്പോൾ തൈവാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ജമായത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ ശരിയാണ്, മാഷ് പറഞ്ഞ പോലെ നേരത്തെ അവിടെ ജമായത്തെ ഇസ്ലാമിക്കെതിരെയുള്ള വിധികൾ ബംഗ്ലാദേശ് സുപ്രീം കോടതിയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ മാസ് റേപ്പ്, ആഴ്സൻഡി, തീവെപ്പ്, റൈറ്റിംഗ് ഒക്കെ നടന്നതിലൊക്കെ ശിക്ഷിച്ചിട്ടുണ്ട് അതിലെ ആൾക്കാരെ. പക്ഷേ ഇപ്പോൾ അവർ ഭരണത്തിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധം സ്ഥാപിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നു. താല്പര്യമുണ്ടെന്ന് ഏറ്റവും പുതിയ. അതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് ഇന്ത്യ ചർച്ച നടത്തി, ഇന്ത്യ ഗവൺമെൻറ് അവരെ സ്വീകരിക്കുകയും ആനയിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു. അവിടെ ഒന്നും അതിൽ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പാകിസ്ഥാനെതിരെയുള്ള ഒരു ശക്തിയായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കാണുന്നതെന്ന് തോന്നുന്നു. കാരണം ഈ സൗഹൃദം സ്ഥാപിക്കുക, അപ്പോൾ ഇതിനൊരു കൗണ്ടർ പോയിൻ്റായിട്ട്. അതുപോലെ ജമായത്തെ ഇസ്ലാമി മാഷിൻ്റെ വീഡിയോയിൽ പറയുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനും അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്, ശരിയാണ്. അതുകൂടാതെ ഇപ്പോൾ ജമായത്തെ ഇസ്ലാമി പറയുന്നതിൽ ഇന്ത്യയുമായിട്ടും ഞങ്ങൾ സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ഗാന്ധിജിയെ പറ്റി അങ്ങ് പുസ്തകം എഴുതിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ശരിയാണ്, രാഷ്ട്രത്തിനകത്ത് നമ്മൾ ഒരു നിയമസംഹിത, ഭരണഘടനാ മൂല്യങ്ങൾ, എല്ലാവർക്കും തുല്യത, അതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ചില രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാത്ത സ്ഥിതിയിൽ പോലും, ചെയ്യാത്ത രാജ്യങ്ങൾ പോലും അവിടെ നടക്കുന്നത് സ്ത്രീവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കലാകാം, ന്യൂനപക്ഷ സംരക്ഷണം നടക്കുന്നില്ലായിരിക്കും. പക്ഷേ അവിടെയും ഇവിടെ ഹിന്ദുത്വം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ അവിടെ ജമായത്തെ ഇസ്ലാമി അധികാരത്തിൽ ഇവർ തമ്മിൽ സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങൾ ഈ ഇന്ത്യയുമായിട്ട് സൗഹൃദം, അവർ രാഷ്ട്ര താല്പര്യം എന്ന് പറഞ്ഞൊരു. അപ്പോൾ അവിടെ ഈ പേഴ്സണൽ മൊറാലിറ്റിക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള, നമ്മൾ സാധാരണ ദേശീയതയ്ക്ക്, ഒരു ദേശത്തിനകത്തുണ്ടാകുന്ന ഒരു നിയമസംഹിതയുടെ കുറേ മൂല്യങ്ങൾ ഫോളോ ചെയ്യുന്നതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ പ്രത്യേകിച്ച് വൻശക്തികളൊക്കെ പെരുമാറുന്നത്. അവിടെ മാഷ് മുന്നോട്ടുള്ള ഭാവിയിൽ കാണുന്നത് അതിലൊരു മാറ്റം വരണമെന്നാണോ? അത് ഏത് രീതിയിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ദേശീയ താല്പര്യം മുൻനിർത്തിയുള്ള രാഷ്ട്രബന്ധങ്ങൾക്കുപരിയായിട്ട് അത് ഓരോ രാഷ്ട്രങ്ങൾക്കകത്തുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്ന, ഇറാനകത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല, ഇങ്ങനെയുള്ള ഇഷ്യൂ, ഇത് ഇന്ത്യയും ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിലൊരു ഇഷ്യൂവേ അല്ല. അത് ഇന്ത്യ ഗവൺമെൻറ് ഇറാനുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമേ അവിടെ ഉയരുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാഷിന് അതിനെപ്പറ്റി, ഗാന്ധിസം ഒക്കെ അതിനകത്ത് എത്ര റിലവൻ്റാണ്, അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ റിയലിസം എന്ന് പറഞ്ഞ് ജോൺ മീഷമർ, ജെഫ്രി സാക്സ് എന്നൊക്കെ പറഞ്ഞ് 2-3 പ്രശസ്തരായിട്ടുള്ള രാഷ്ട്രതന്ത്രജ്ഞരുണ്ട്. അവർ പറയുന്നത് ഇതിനകത്ത് ഇൻ്റർനാഷണൽ റിലേഷൻസിന് റിയൽ പൊളിറ്റിക്സ്, അതിൽ ഉക്രൈനിൻ്റെ കാര്യത്തിൽ റഷ്യയാണ് ശരി, അമേരിക്ക ചെയ്തത് അനീതിയാണ് എന്നൊരു വലിയ അഭിപ്രായമുണ്ട്. അമേരിക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ നോം ചോംസ്കി നേരത്തെ അത് പറയുമായിരുന്നു, അമേരിക്കയുടെ വലിയ ക്രിട്ടിക്കായിരുന്നു. അപ്പം ഈ ഒരു കാര്യത്തിൽ മാഷിൻ്റെ അഭിപ്രായം, ധാർമ്മികത ഇൻ്റർനാഷണൽ റിലേഷൻസിനകത്ത് എത്ര റിലവൻ്റ് ആണെന്നുള്ളതാണ് സംശയം. വളരെ പ്രധാനപ്പെട്ടവും സാമാന്യം സങ്കീർണമായൊരു ചോദ്യമാണ്. ഞാൻ മറുപടി പറയാൻ ശ്രമിക്കാം. ഒന്നാമത്, ധാർമ്മികത എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് വ്യക്തിജീവിതത്തിൽ പാലിക്കാൻ സാധിക്കും, കുടുംബജീവിതത്തിൽ കുറച്ച് കുറയും, സാമൂഹ്യ ജീവിതത്തിൽ പിന്നെയും കുറയും, രാഷ്ട്രീയ ജീവിതത്തിൽ പിന്നെയും കുറയും എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കുന്നത് ധാർമ്മികതയെ പറ്റിയല്ല. അപ്പോൾ സത്യം പറയണം. ആര് പറയണം? ഞാൻ എന്ന വ്യക്തി പറയണം, ഞാൻ എൻ്റെ ഭാര്യയോട് പറയണം, പിന്നെ ഞാൻ കൃഷ്ണനാരായണ മാഷോട് പറയണം, പിന്നെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ പറയണം, ഞാൻ പ്രസംഗിക്കും പറയണം, ഞാൻ ഇലക്ഷൻ മത്സരിക്കുകയാണെങ്കിലും പറയണം. ഇപ്പം അതില്ല. ഞാനൊരു പഴയ ഒരു ഉദാഹരണം, ഇപ്പോൾ പ്രശാന്തിന് ഓർമ്മയുണ്ടാവും.
അമേരിക്കയിൽ കൊല്ലം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഗാരി ഹാർട്ട് എന്ന പേരായിട്ടൊരു പ്രസിഡന്റ് ഇലക്ഷൻ മത്സരിച്ചൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കയറി വരികയാണ്, ഡെമോക്രാറ്റിക് എന്നാണ് എൻ്റെ ഓർമ്മ. കയറി വരുമ്പോൾ ഒരു പത്രക്കാരൻ ഒരു സ്കൂപ്പ് ന്യൂസ് പുറത്തു വിട്ടു. ഇദ്ദേഹം ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ഒരു ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഇയാൾ കോപ്പി അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സിറ്റി അത് കണ്ടെത്തി, അത് തള്ളി. അത് കഴിഞ്ഞ് അടുത്ത ടേമിൽ ഇയാൾക്ക് ഈ സാധനം കൊടുക്കാൻ പറ്റിയുള്ളൂ. പെട്ടെന്ന് ഭയങ്കര വാർത്തയല്ലേ, കളവ് പറഞ്ഞു. എങ്ങനെ? ഇയാൾ പറഞ്ഞു ആ പറഞ്ഞത് കളവാണ്, ഈ പത്രക്കാരൻ പറഞ്ഞത് കളവാണ്, അങ്ങനെ സംഭവം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പത്രക്കാരൻ്റെ കയ്യിൽ ഈ 2 ഡിസർട്ടേഷനും കോപ്പി ഉണ്ടായിരുന്നു. അയാൾ ആ കോപ്പി ഹാജരാക്കി. ഈ ഗാരി ഹാർട്ട് തൻ്റെ കാൻഡിഡേച്ചർ പിൻവലിച്ച് വിട്ടുപോയി. കാരണം അദ്ദേഹം ഇതിലൊരു തെറ്റുണ്ടായിരുന്നില്ല. ഒരു പഠിക്കുന്ന കാലത്ത് പ്ലേഗിയറിസം കണ്ടുപിടിച്ചു, അത് അദ്ദേഹം തിരുത്തി, അദ്ദേഹത്തിന് ഡിഗ്രി കിട്ടി, യൂണിവേഴ്സിറ്റി അംഗീകരിച്ചു. ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞു? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് 1ാമത്തെ തവണ ജയിച്ചപ്പോൾ ഞാനത് വായിച്ചൊരു വിശകലനത്തിൽ കണ്ടത്, അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥി ഹില്ലരി ക്ലിൻ്റൺ ആയിരുന്നു. ഇവർ രണ്ടുപേരും ഉപയോഗിച്ച വാർത്തകളെപ്പറ്റിയും വിശകലനങ്ങളെപ്പറ്റിയും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിനെ പറ്റി ഒരു വിശകലനം ഞാൻ വായിച്ചത്, 72% അസത്യമാണ് ട്രംപ് ഉപയോഗിച്ചത്, 28% മറ്റവരും ഉപയോഗിച്ചു. കണ്ടോ, രണ്ടാളും അസത്യം ഉപയോഗിച്ചു. അപ്പോൾ അസത്യം പറയുക എന്നുള്ളത്, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം, ഏറ്റവും പുതിയ ഉദാഹരണം പറയട്ടോ, എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ടിനെതിരായിട്ട് അത് മതവികാരം വ്രണപ്പെടുത്തും എന്ന് പത്തനംതിട്ടയിലെ CPMൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി രാജു അബ്രഹാം പറയുകയും അദ്ദേഹം അത് ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ച് ഒരു പരാതി കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത് വലിയ വിവാദമായി. അപ്പോൾ ഞങ്ങളൊക്കെ അതിൽ പങ്കെടുത്തു, അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ ഇത് ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് CPM പറയുക. അത് അബദ്ധം പറ്റിയെന്ന് പറയില്ല. ഇത് കോൺഗ്രസ് ഇങ്ങനെ തന്നെയാണ്, മുസ്ലിം ലീഗും ഇങ്ങനെ തന്നെയാണ്, BJP ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കളവ് പറയാൻ ഒരു മടിയില്ല, ആർക്കുമില്ല മടി. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇപ്പോൾ ഇത് 20ാം നൂറ്റാണ്ടിൽ ഇത്തരം മൂല്യങ്ങളൊക്കെ രാജാക്കന്മാരുടെ കാലത്ത് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഈ ബുദ്ധനും മഹാവീരനും ഒക്കെ, അല്ലെ ക്രിസ്തു. ഇപ്പോൾ ഈ ജനാധിപത്യത്തിൻ്റെ കാലത്തും ഇതൊക്കെ പ്രധാനമാണ്, പ്രസക്തമാണ് എന്ന് പറഞ്ഞു നടന്ന ഒരാളാണ് ഗാന്ധി. അപ്പോൾ ഗാന്ധിയോട് ഒരു ചോദ്യം ഒരിക്കൽ പാരീസിൽ വെച്ചിട്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അയാൾ ചോദിച്ചു, ഗാന്ധി നിങ്ങൾക്ക് നാണമില്ലേ? ഗാന്ധി ചോദിച്ചു, എന്താ പ്രശ്നം? ഈ 2000 കൊല്ലം മുമ്പ് ക്രിസ്തു പറഞ്ഞ് തോറ്റുപോയൊരു കാര്യമാണ് അക്രമിയോട് ക്ഷമിക്കണം, തിരിച്ചാക്രമിക്കാൻ പാടില്ല, ഹിംസ പാടില്ല. അതൊക്കെ കാലഹരണപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പറഞ്ഞു നടക്കാൻ നാണമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധി ചിരിച്ചിട്ട് ചോദിച്ചു, അക്രമിയോട് ക്ഷമിക്കണം എന്നുള്ള പാഠം പഠിക്കാൻ 2000 കൊല്ലം ഒരു ചെറിയ കാലാവധിയല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം, മോദിയോട് മറ്റ് രാജ്യങ്ങളൊക്കെ കാണിക്കുന്ന താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 142 കോടി ജനങ്ങൾ അധിവസിക്കുന്ന വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ. ഈ മാർക്കറ്റ് പുട്ടിന് വേണം, ട്രംപിന് വേണം, അഫ്ഗാനിസ്ഥാനും ഇറാനും ചൈനയ്ക്കും ഒക്കെ വേണം. ഇത്ര ജനങ്ങൾ വേറെ എവിടെ ഉണ്ടോ? പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളല്ല ഇതൊന്നും ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ജപ്പാനിന്ന്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള എന്ത് സാധനം നോക്കിയാലും മിക്കവാറും ജപ്പാനായിരിക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു അവയം പോലുള്ള സാധനമാണ് ടെലിഫോൺ, മൊബൈൽ ഫോൺ. ഇപ്പോൾ നോക്കിയ എന്നുള്ള വാക്ക് തന്നെ ജപ്പാനിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ ലോകം മാനിക്കും. എന്താ കാരണം? അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്, ഒന്നാം തരം പ്രസംഗക്കാരനാണ്, വലിയൊരാളാണ്. വാസ്തവത്തിൽ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, നിങ്ങൾക്ക് ബഹുമാനിക്കാനും എണീറ്റ് നിൽക്കാനും തോന്നുന്ന ഒരാളാണ്. ഇന്ത്യക്കാർക്ക് മാത്രമല്ല, അതിപ്പോൾ ഈജിപ്തിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും സൗദി അറേബ്യയിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരെയും ഇങ്ങനെ ചുവന്ന പരവനാനി വിരിച്ച് സ്വീകരിക്കും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഇവിടെ വന്നതിനെ പറ്റിയാണ് ഇപ്പോൾ പ്രശാന്തിൻ്റെ ഒരു പ്രശ്നം. നല്ലതാണെന്ന് ഞാൻ പറയാം, അതിനൊരു തെളിവ് ഞാൻ പറയാം. ഈ മുസോളിനി കാണണം എന്ന് പറഞ്ഞപ്പോൾ നെഹ്റു കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കമലാ നെഹ്റു സുഖമില്ലാതെ ഇറ്റലിയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ നെഹ്റു എയർപോർട്ടിലുണ്ട്.
എന്ന് പറഞ്ഞപ്പോൾ മുസോളിനി ഒരാളെ പറഞ്ഞയച്ചു, അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് 39 കണ്ടാണ്. അപ്പോൾ നെഹ്റു ഒരു കാര്യം പറഞ്ഞു, ഇനി എൻ്റെ ഫ്ലൈറ്റിന് സമയമായി. അപ്പം അവിടുന്ന് മറുപടി വന്നു, ഫ്ലൈറ്റിൻ്റെ പ്രശ്നമില്ല, അത് ഏർപ്പാടാക്കാമെന്ന്. അപ്പോൾ നെഹ്റു പറഞ്ഞു, എനിക്ക് സമയമില്ല ഇയാളെ കാണാമെന്ന്. ഗാന്ധി പോവും. അത് രണ്ട് വഴിയാണ്. കാരണം ഗാന്ധി ഹിറ്റ്ലർക്ക് കത്തയക്കും. 33 തുടങ്ങിയത് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അതിലെഴുതിയിരുന്നത് ഈ 2ാം ലോകയുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല കാരണം താങ്കളാണ് എന്ന് എല്ലാവരും എന്നോട് പറയുന്നു. ഞാൻ നോക്കിയിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഞാൻ താങ്കളോട് അപേക്ഷിക്കുന്നു, അത് പിൻവലിക്കാനുള്ള, ഈ ഹിംസ ഒഴിവാക്കാനുള്ള എല്ലാതരം പ്രവർത്തനങ്ങളും താങ്കളുടെ ഭാഗത്തുനിന്ന് വ്യക്തിപരമായ താല്പര്യമെടുത്ത് ചെയ്യണം എന്നുള്ളൊരു ചെറിയ കത്താണ്. അതിൻ്റെ അടിയിൽ എഴുതി, ഞാൻ മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതിയത് ആത്മാർത്ഥമായിട്ട് എഴുതിയാണ്. കാരണം എനിക്ക് സുഹൃത്തുക്കളല്ലാതെ ശത്രുക്കളില്ല. ഈ കത്ത് ബ്രിട്ടീഷുകാർ അയച്ചില്ല എന്ന് ഞാൻ വേറെ വായിച്ചിട്ടുണ്ട്. ഏതായാലും ആ കത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഹിറ്റ്ലർക്ക് കിട്ടിയല്ലേ എന്നറിയില്ല. അപ്പോൾ ആരെയും കാണാം, ആരോടും സംസാരിക്കാം. ഇപ്പോൾ ഒരിക്കൽ ഇപ്പോൾ തമാശ തോന്നും, 5ാമത്തെ തവണയാണ് ഗാന്ധി വധത്തിൽ ഗോഡ്സെ വിജയിക്കുന്നത്. 3ാമത്തെ തവണയെന്ന് എൻ്റെ ഓർമ്മ, ഗാന്ധിയെ കൊല്ലാൻ വന്ന ഒരാളാണ്, അവർക്കിങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ ഗാന്ധിയോട് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു, അയാളെ വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. ആരെ? ഗോഡ്സെ വിളിക്കൂ, നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു, കാരണം ഗാന്ധിയുടെ മൊറാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആൾ വന്നതിനെ പറ്റി ഞാൻ ഹാപ്പിയാണ്. എന്താ കാരണം എന്നറിയോ? ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട് എന്നും അവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നൊക്കെ ഒരുപാട് അഫ്ഗാനികൾ, അതൊക്കെ പണ്ട് ഇന്ത്യയുടെ ഭാഗമായിരുന്ന സ്ഥലമാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ മഹാഭാരതത്തിൽ വായിക്കുന്ന ഗാന്ധാരം എന്ന് പറയുന്നതാണ് ഈ സാധനം, അഫ്ഗാനിസ്ഥാൻ. അവിടെ കാൻഡഹാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധാരമാണ്. നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു പേരാണ് ഗാന്ധാരി. അപ്പോൾ ഗാന്ധാര ദേശം നമ്മുടെ ഭാഗമാണ്. അപ്പോൾ അവിടുന്ന് ഒരാൾ വന്നപ്പോൾ ലേഡി ജേർണലിസ്റ്റുകളോട് സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അല്ലേ? ആ ഒരു പ്രശ്നമാണ്. കാരണം ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾ നടക്കണമെങ്കിൽ ഇങ്ങനെ വേണം. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു അംബാസഡർ അല്ലെങ്കിൽ വേറെ ആരും വന്നാൽ സംസാരിക്കുമ്പോൾ പെണ്ണുങ്ങളോട് സംസാരിക്കില്ല. അത് തിരുത്തിയല്ലോ പിറ്റേന്ന്. അതൊക്കെ അവിടെ വലുതോ ചെറുതോ ആയ ആഘാതങ്ങൾ ഉണ്ടാക്കും. ചെറിയ സ്ഥലമല്ല അത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ആരോട് ബന്ധപ്പെടുന്നതും ആര് നമ്മളോട് ബന്ധപ്പെടുന്നതും ഒക്കെ ഇതാണ്. ഇപ്പോൾ ഞാൻ ഇന്നാളത് ചോദിച്ചിരുന്നു, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന് ചോദിച്ച ലേഡി ജേർണലിസ്റ്റുകൾക്കൊന്നും വനിതാ പത്രപ്രവർത്തകർക്കൊന്നും അവസരം കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ പ്രിയങ്ക ഗാന്ധി പോയപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞിരുന്നോ? പ്രിയങ്ക ഗാന്ധി ഇവരെ പോയി കണ്ടിരുന്നാരെ? അദ്ദേഹത്തിൻ്റെ മകൻ അസ്ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഡോക്ടർ അസ്ഹരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കാണാം, കാരണം അവർ MP ആണ്, കോൺഗ്രസിൻ്റെ നേതാവാണ്. ഒരു പാവപ്പെട്ട മാതൃഭൂമിന്നോ മനോരമയെന്നോ ചെല്ലുന്ന അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് ഒരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പറ്റാത്തേ ഉള്ളൂ. അപ്പോൾ ഇറാനിൽ അങ്ങനെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇസ്രായേൽക്കാരത്തിയായ ഒരു യഹൂദ വനിത ലോകത്തിലെ പല രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ട് അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥയെപ്പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് 9 Parts of Desire എന്നാണ്. 9 Parts of Desire എന്ന ബുക്കിന് പേരിടാൻ കാരണം, മുഹമ്മദ് നബി പറഞ്ഞു, ദൈവം അഭിലാഷത്തെ, അതാണ് ഡിസയറിനെ 10 പകുത്തു, അതിൽ 9 സ്ത്രീയിൽ വെച്ചു എന്നാണ്. അപ്പോൾ 9 Parts of Desire എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്നതിൻ്റെ അർത്ഥം. ആ പുസ്തകത്തിൽ അവർ എഴുതുകയാണ്, അവർ സഞ്ചരിച്ച കൂട്ടത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE, ഇറാൻ, ഇറാഖ് എല്ലായിടത്തും പോയി. ലബനാൻ, ഈജിപ്ത്, ടുണീഷ്യ എല്ലായിടത്തും പോയി. അതിൽ ഏറ്റവും ഭേദമായിട്ട് സ്ത്രീകളുടെ അവസ്ഥ താരതമ്യേന ഭേദം ഇറാനിലാണെന്നാണ് അവർ എഴുതിയത്. അതിനൊരു തെളിവ് പറയാം. ആയത്തുള്ള ഖൊമേനി ജീവിച്ചിരിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയായിട്ട് വെച്ച ഒരു സ്ത്രീയായിരുന്നു അവിടെ ഇറാനിൽ. എന്നിട്ട് അവർ ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ഗോർബച്ചേവിനെ കണ്ടു. അപ്പോൾ ഗോർബച്ചേവ് പതിവ് പോലെ കൈ നീട്ടി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരുടെ ഹിജാബിൻ്റെ ഈ കൈ കൊണ്ട് താത്തിയിട്ടിട്ട് കൈ കൊടുത്തു. തൊലി തമ്മിൽ തൊടുന്നില്ല, ഹറാമ് ഇല്ലല്ലോ ഇങ്ങനെ. പക്ഷെ ഒരു സ്ത്രീ വന്നു എന്നുള്ള. അപ്പോൾ ഇത് എത്ര പതുക്കെയാണെങ്കിലും ഇത് മുന്നോട്ട് പോകുന്നൊരു സാധനമാണ്.
അപ്പോൾ പാകിസ്ഥാനുമായിട്ടും ഇറാനുമായിട്ടൊക്കെ നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന മാതിരി, ക്രിക്കറ്റ് കളിക്കുന്ന മാതിരി, നമ്മൾ പാട്ട് കേൾക്കുകയും സിനിമ കാണുകയും ചെയ്യുന്ന മാതിരി നമ്മുടെ ആളുകൾ സംസാരിക്കാൻ വേണ്ടത് കുറച്ച് പിണങ്ങിക്കോട്ടെ. ഇതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള കൂടിക്കഴിയലുകളൊക്കെ നല്ലതാണ്. പിന്നെ തീർച്ചയായിട്ടും മൊറാലിറ്റി എന്ന് പറയുന്ന വാല്യൂസ്, മൂല്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ സന്ദർഭങ്ങളിലും ഒരുപോലെ പ്രസക്തമാണ്. അത് മറ്റേ ചർച്ചിലിൻ്റെ ഒരു തെറി തമാശയുണ്ട്. ഒരു തെറി തമാശ പറഞ്ഞ് എന്നോട് ക്ഷമിക്കണം. ചർച്ചിൽ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുങ്ങുന്നതിൻ്റെ ഇടയ്ക്ക്, ഇത് കഥയാണ് കേട്ടോ, ഇത് സ്റ്റോറിയാണിത്, ഹിസ്റ്ററിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കൃത്യമായിട്ട്, ഞാൻ കേട്ടൊരു കഥയാണ്. അപ്പോൾ അദ്ദേഹം രാവിലെ സാധാരണ മുൻകൂട്ടി അറിയിക്കാതെ യൂറോപ്യൻ സമ്പ്രദായം, പാശ്ചാത്യ സമ്പ്രദായം അനുസരിച്ച് മുറിയിലേക്ക് ചെല്ലുകയെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ്, ഡ്രസ്സൊക്കെ ക്ലീൻ ആയിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വരിക, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആളുകൾ സ്വീകരിക്കുക. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഹൈസനോവർ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് മുറിയിലേക്ക് കടന്നു നിന്നപ്പം ഇദ്ദേഹം ഒരു ചെറിയ തോർത്തുമായിരുന്നു. അപ്പോൾ ചർച്ചിൽ പറഞ്ഞു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത് ഒളിക്കാനൊന്നുമില്ല, അതുകൊണ്ട് വന്ന കാര്യം പറയൂ എന്ന് പറഞ്ഞു. മറച്ചു വെക്കാനൊന്നും, അത് ഒരു തമാശയായിരിക്കാം, തെറിയായിരിക്കാം, പക്ഷേ മറച്ചു വയ്ക്കാനൊന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് ഗാന്ധി വളരെ കുറച്ച് വസ്ത്രം മാത്രം ധരിക്കുന്നത്. അതിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഗാന്ധിക്കൊന്നും ഒളിക്കാനില്ല, അദ്ദേഹത്തിനൊരു വസ്ത്രവും ഒരു മേൽവസ്ത്രവും, അത് തണുപ്പ് ചൂടൊക്കെ സഹിക്കാൻ വയ്യാതാവുമ്പോഴാണ് മേൽവസ്ത്രം. അല്ലെങ്കിൽ ഗാന്ധി അങ്ങനെ. അപ്പോൾ വെറുതെ ഞാനൊരു ചെറിയ കാര്യം പറയാം. ഈ പറയുന്ന ഞാൻ അടക്കമുള്ള ഒരാൾക്ക് കുപ്പായിടാതെ എവിടെ ഒന്ന് പ്രസംഗിക്കാൻ ധൈര്യം ഉണ്ടാവും? ചെറിയ കാര്യം. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഇപ്പോൾ ആരും ഒന്ന് ഷർട്ടില്ല. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനെ ഉണ്ടായി, ഞാനൊരു മീറ്റിങ്ങിന് പ്രസംഗിക്കാൻ പോകുമ്പോൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പോൾ വെയിറ്റർ സാധു മനുഷ്യൻ, അയാളുടെ അശ്രദ്ധ കൊണ്ട് ഈ അടുത്തുള്ള ടേബിളിൽ കൊണ്ടുവന്ന ഇറച്ചിക്കറി മുഴുവൻ എൻ്റെ കുപ്പായത്തിൽ വീണു. അയാളാകെ ബേജാറായി. ഞാൻ പറഞ്ഞു സാരമില്ല, പക്ഷേ ഇങ്ങനെ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് പ്രസംഗിക്കാൻ കൊള്ളാമോ? ഞാൻ പറഞ്ഞു ഗാന്ധിയാണേ പോവും, ഞാൻ പോവില്ല. ഞാനെന്ത് ചെയ്ത് അടുത്ത ഷോപ്പ് കയറിയിട്ട് ഒരു പുതിയ ഷർട്ട് മേടിച്ചിട്ടിട്ടാണ് പോയത്. അപ്പോൾ ഒരു കുപ്പായിടാതെ നിൽക്കാനുള്ള ധൈര്യം, ആർജവം, നിങ്ങളുടെ സത്യസന്ധത ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആരോടും സംസാരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. ആരോടും ഇടപഴകാം. പക്ഷേ അയാൾ ആ രാഷ്ട്രം, അതാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ചെയ്തതിനെ പറ്റി എന്താ? ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം വ്യാപാരിയാണ്, വ്യവസായിയാണ്. അപ്പോൾ അമേരിക്കയിൽ എവിടെ ചെന്നാലും ഏത് നഗരത്തിലും ഉണ്ട് എന്ന് ഉറപ്പുള്ളൊരു സാധനം ട്രംപ് ബിൽഡിങ്ങാണ്. എന്താണത്? വലിയ കൂറ്റൻ മണിമാളികൾ ഉണ്ടാക്കിയിട്ടൊക്കെ വാടക കൊടുത്തിരിക്കുക. കോടി 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 രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാസത്തിലുള്ള വരുമാനം എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് ബിസിനസ് ഉണ്ട് അദ്ദേഹത്തിന് ഒക്കെ. അപ്പോൾ അദ്ദേഹം വന്നു, സംസാരിച്ചു. പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ആദ്യം ഇലക്ഷൻ ജയിക്കുന്നത് അവിടുത്തെ കുടിയേറ്റക്കാർക്കെതിരായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കേരളത്തിൽ നിന്ന് പോയ ഞാൻ കണ്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ട്രംപ് അനുകൂലികളാണ്. എന്താ കാരണം ഇവരൊക്കെ നിയമപരമായി കുടിയേറിയവരാണ്. നിയമപരം അല്ലാതെ കുടിയേറി, ഇപ്പോൾ സ്പാനിയാർഡ്സ് ഉണ്ട്, അവരിങ്ങനെ കയ്യേറ്റക്കാരെന്ന് പറയാം, എരിച്ച് കയറി അഭയാർത്ഥികളായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താ പ്രശ്നം? ഒരു മണിക്കൂറിന് $30 വിചാരിക്കാം. അപ്പം ഒരു മലയാളിക്ക് $30 കിട്ടുന്ന പണി $15 സ്പാനിയാർഡ് എടുക്കും. കാരണം അവന് ടാക്സ് കൊടുക്കേണ്ട അങ്ങനത്തെ പണിയൊന്നുമില്ല, വീടും കാര്യമൊന്നുമില്ല, ഇത് മതി. ഇങ്ങനെ അപ്പോൾ ഈ കുടിയേറ്റക്കാർക്കെതിരായിട്ട്, മുസ്ലിങ്ങൾക്കെതിരായിട്ട്, കറുത്തവർക്കെതിരായിട്ട്, അങ്ങനെ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം വിജയിച്ച ഒരാളാണ് ട്രംപ്. അയാൾക്കൊന്നും ഇപ്പോൾ ഞാനത് കണ്ട് ഞെട്ടി. വെനിസ്വേലയിലെ പ്രസിഡൻറ്റിനെയാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത്. ഏതാ ലോകം എന്ന് ആലോചിച്ച് നോക്കൂ, പുടിൻ എന്താ കാണിക്കുന്നത്? അപ്പോൾ എവിടെയാണ് മര്യാദ ഉള്ളത്? അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പം നോക്കുമ്പോൾ മോദി ഭേദാ തോന്നുന്നില്ലേ? ഇങ്ങനെ പറയാൻ പാടില്ലാത്ത ഇവരോടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ മോദി വേറെ രാഷ്ട്രത്തലവനെ പോയി അറസ്റ്റ് ചെയ്യുകയോ വേറെ രാഷ്ട്രത്തെ ആക്രമിക്കുകയും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും ദളിതരെയും ആദിവാസികളെയും അവർണരെയും ഒക്കെ പലതരത്തിൽ ദ്രോഹിക്കുന്ന നിയമങ്ങൾ, ഇപ്പോൾ തൊഴിലാളി ദ്രോഹം ഇപ്പോൾ കണ്ടില്ലേ? പ്രശാന്ത് സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആയതൊക്കെ എന്നെക്കാൾ അറിയാലോ. അപ്പോൾ കർഷകർക്കെതിരായിട്ട് കൊണ്ടുവന്ന നിയമം, ആ പഞ്ചാബിലെ കൃഷിക്കാരുടെ ആത്മാർത്ഥം കൊണ്ട് ആ സമരം വിജയിച്ച്. അല്ല വിജയിക്കൂല അത്.
നമ്മളൊരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പം വാർത്തയിൽ നിന്ന് പോയപ്പോൾ നമ്മുടെ സമരം തീർന്നു. വാർത്ത ഉള്ളവരെ സമരം ഉണ്ടാവുള്ളൂ. ആലോചിച്ചു. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ മൂല്യങ്ങൾ, അപ്പോൾ ഗാന്ധി പറയും മതമില്ലാത്ത രാഷ്ട്രീയം നിഷ്ഫലമാണെന്ന് പറയും, അത് ആപത്താണെന്ന് പറയും. ഈ മതം എന്നുള്ളതുകൊണ്ട് ഗാന്ധി ഉദ്ദേശിക്കുന്നത് മൂല്യങ്ങൾ എന്നാണ്. ഗാന്ധിക്ക് വേറെ മതമൊന്നുമില്ല. നിങ്ങൾ കളവ് പറയരുത്, കക്കരുത്, സ്വജനപക്ഷപാതം കാണിക്കരുത്, ഉത്തരവാദിത്വക്കുറവ് കാണിക്കരുത് എന്നുള്ളതിനെ ഗാന്ധി മതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാല്യൂസ് ഇല്ലെങ്കിൽ, ഇപ്പം നിങ്ങൾ വാക്ക് പാലിക്കുന്നില്ല, പിന്നെ എന്താ രാഷ്ട്രീയത്തിനർത്ഥം, എന്താ മതത്തിനർത്ഥം? ഗാന്ധിക്ക് മതം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം ആത്മഹത്യ പറയുന്നുണ്ട്, എൻ്റെ മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണെന്ന്. അങ്ങനത്തെ മതം ആർക്കും ഉണ്ടാവുമോ? എൻ്റെ മതം എന്നത് എൻ്റെ രാഷ്ട്രത്തെ സേവിക്കലാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറ്റും എന്നുള്ള അവകാശവാദം പറയല്ല. വ്യക്തി ജീവിതത്തിൽ മൂല്യങ്ങളാണ് എന്ന് വിചാരിക്കുന്നതൊക്കെ ജീവിതത്തിൻ്റെ ഏത് ഭാഗത്തും, വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും സമൂഹങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും പാർട്ടികൾ തമ്മിലും ബിസിനസ്സുകാർ തമ്മിലും ഒക്കെ ഇടപെടുമ്പോൾ ഒക്കെ പാലിക്കേണ്ട ഒന്നിനെയാണ് മൂല്യം എന്ന് പറയുക. അല്ലാത്തൊന്നും മൂല്യമാവില്ല. മറ്റൊക്കെ ഇപ്പോൾ സദാചാരമൊക്കെ ആയിരിക്കും. സത്യം എന്ന് പറഞ്ഞൊരു സദാചാരമല്ല, ഏത് കാലത്തും ഏത് ദേശത്തുള്ളൊരു മൂല്യമാണ് സത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാ ആളുകളും ഇപ്പോൾ സോക്രട്ടീസ് ആണെങ്കിലും ബുദ്ധനാണെങ്കിലും ക്രിസ്തു ആണെങ്കിലും ഒക്കെ സത്യത്തെ പറ്റിയാ പറയുക. ക്രിസ്തുവിൻ്റെ ഒരു വചനം, സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു. ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു വാക്യമാണ്. വലിയ അപകട. കാരണം സത്യം എന്ന് പറയുമ്പോൾ അപകടം പിടിച്ചൊരു സാധനമുണ്ടോ? ഇരുതല മൂർച്ചയുള്ളൊരു വാളാണത്. അപ്പം അതുകൊണ്ട് ആളുകൾ നിവൃത്തിയുണ്ടെങ്കിൽ മറ്റുള്ളവർ സത്യം പറയണമെന്ന് പറയും, അവനവൻ സത്യം പറയാതിരിക്കുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ മൂല്യത്തിൻ്റെ ഒരു പ്രശ്നം. മറ്റുള്ളവരൊക്കെ പാലിക്കണം. നമുക്കത് ഇപ്പോൾ തമാശ പറയുന്ന മാതിരി മരുമകൾ ഇവിടെ എല്ലാ പണിയും എടുക്കണം എന്ന് അമ്മായിയമ്മയ്ക്ക് അറിയാം. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ സ്വന്തം മകൾ അങ്ങനെ പണിയെടുക്കേണ്ട ആവശ്യമില്ല, അതവിടുത്തെ വേലക്കാരി എടുത്താൽ മതി എന്നാണ്. ഇതാണ് ഇതിൻ്റെ കണക്ക്. നമ്മുടെ എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളുടെയും കണക്ക് ഇതാണ്. ഇതൊക്കെ നമ്മളോട് ആളുകൾ ചെയ്യണം, നമ്മൾ ആരോടും അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മൾ കള്ളം പറയും, നമ്മൾ കാര്യങ്ങൾ മൂടി വെക്കും, അർദ്ധസത്യം പറയും, അതിശയോക്തി ഉപയോഗമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളോട് ആരും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എല്ലാ അർത്ഥത്തിലും എല്ലാ ഘട്ടത്തിലും പ്രസക്തമാണ് എന്നുള്ള നിലയ്ക്കാണ് ഈ നമ്മളിപ്പം ഞാൻ പറഞ്ഞ 3-4 പേര് പറഞ്ഞല്ലോ, അവരൊക്കെ എല്ലാ ഘട്ടത്തിലും അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അല്ലേ അതിന് അർത്ഥമല്ല. എൻ്റെ നിലപാട് കൃത്യമായി ഞാൻ വിചാരിക്കുന്നു.